ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് 2 റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരുന്നത് സമൂസയുടെയും പിന്നെ ചെയ്യുന്നത് സ്പ്രിംഗ് മമ്മൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് വരെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സ്പ്രിംഗ് മമ്മൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായി ഞാൻ 1 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും, ഉപ്പ് ആവശ്യത്തിനാണ്. പിന്നെ 1 സ്പൂണോളം ബട്ടറാണ്. ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ അല്ലാതെ ഓയിൽ ഏതായാലും മതി. ഇപ്പം ഞാൻ ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടിരിക്കുന്നത് എള്ളാണ്. എള്ള് കുറച്ച് 1 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇപ്പോൾ ബട്ടർ ഒന്ന് കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ടൊന്ന് ഇതെല്ലാം ഒന്ന് മിക്സായി പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യമൊന്നും ഇത് ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിൽ കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി എടുക്കുക. ഓവർ വെള്ളമായി കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. അതിനെക്കാട്ടിലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ബട്ടറിൻ്റെ അകത്ത് ഇതെല്ലാം ഒന്ന് പിടിച്ച് ഇതായി വരികയും ചെയ്യും. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചിട്ട് ഒന്ന് മാറ്റി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വയ്ക്കാം. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു 5 സ്പൂണോളം പാനിൻ്റെ അകത്ത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതൊരു 5 സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് മിക്സാക്കി എടുക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ ഇതൊന്ന് വെളുത്തുള്ളി ചതച്ചോ ഇടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഇട്ടാൽ മതി. പിന്നെ ഞാനൊരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കിഴങ്ങ് ഇപ്പോൾ ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തതാണ്. ഇതിപ്പം ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ കിഴങ്ങ് വേവിച്ചിട്ട് ഇതൊന്ന് മൊത്തത്തിലൊന്ന് മിക്സായി വരണം. അപ്പോൾ ആ ഒരു മിക്സ് രീതി വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അതിന് വേണ്ടി ഇങ്ങനെ ചെയ്യാം. അതും അല്ലെങ്കിൽ കിഴങ്ങ് നമുക്ക് വേവിച്ച് എടുത്ത് ചെയ്യാം. പിന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ഇതിൻ്റെ അകത്തൊന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ടാണ് ഇതിപ്പോൾ ഇത്ര ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ അകത്ത് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന രീതിയിലാവാനായിട്ടാണ്. അതിനുശേഷം പച്ചമുളക് ഒരെണ്ണമാണ് ഇട്ടിരിക്കുന്നത്. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പൊടികൾ ഇട്ടെടുത്തിരിക്കുക. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം 1 സ്പൂണോളാണ്. പിന്നെ പെരുംജീരകപ്പൊടിയും പിന്നെ കുറച്ച് പെരുംജീരകം കൈയുടെ കുറച്ചിട്ട് പച്ചയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സായതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് 1 സ്പൂണോളാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കുറേ നേരം നമുക്ക് മിക്സാക്കി വെക്കുന്നതിനെക്കാട്ടി ഇതൊന്ന് മിക്സായതിന് ശേഷം ഞാൻ ലാസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളം ഒഴിക്കരുത്, ഒരു അരയോളം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കിയിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ഈ എണ്ണയുടെ ഫ്രൈ ആവുകയും ചെയ്യും, വെള്ളത്തിൽ നിന്നും കുറച്ച് നേരം ആകുമ്പോൾ വേവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഒന്ന് വെന്തതിന് ശേഷം ഞാൻ 2 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഇതെല്ലാം ഒന്ന് മിക്സായി എടുക്കണം. കാരണം നമുക്ക് ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഒന്നും എല്ലാം ഉടഞ്ഞ രീതിയിൽ കിട്ടാൻ വേണ്ടി ഇതെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് സോയാ സോസ് ഒരു സ്പൂണോളം സോയാ സോസ് ഇട്ട് കൊടുക്കുക. അതൊന്ന് മിക്സാക്കിയിട്ട് ഇനി ഓഫ് ചെയ്യുക ഗ്യാസ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് പിടിച്ച് പുളിയും ഉപ്പും എല്ലാം ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതായത് ലാസ്റ്റ് നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് ഞാനിതിപ്പോൾ 2ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ എടുക്കുന്ന മാവ് 2ആയിട്ട് എടുത്ത് ബോൾസാക്കി പരത്തി എടുക്കുകയാണ്. അപ്പം നല്ല രീതിയിലൊന്ന്, ഇപ്പം നമ്മൾ നേരത്തെ കുറച്ച് നേരം വെച്ചതല്ലേ, അപ്പം ഇനി ഇതാക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ആ മാവ് തന്നെ 2ആക്കി എടുത്തിട്ട് ഇനി പരത്തി എടുക്കുക. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ പരത്തിയിട്ട് അത് 2 ലെയറാക്കി എടുത്തതാണ്. കുറച്ച് കട്ടി വേണം, നമ്മൾ ആ ബാറ്റർ ഫില്ല് ചെയ്യുമ്പം കുറച്ച് പോകാത്ത രീതിയിൽ ഇതാക്കുക. ഇനി ഈ മാവിൻ്റെ മുകളിലാണ് പരത്തി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ കുറച്ച് നേരം ഇതാക്കി കൊടുക്കുക. ഞാൻ കിഴങ്ങ് ഉടച്ച് ചെയ്യണമെന്ന് പറയുന്ന കാര്യം ഇതാണ്. നമ്മൾ കിഴങ്ങായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം അത് കറക്റ്റായി കിട്ടത്തില്ല. അപ്പോൾ ഉടച്ചെല്ലാം എടുക്കുമ്പം ആ ഒരു രീതി നമുക്ക് നല്ലതുപോലെ അതിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് കൊടുത്ത് ഫുൾ സൈഡ് മിക്സ് ആവുന്ന രീതി കിട്ടുകയും ചെയ്യും.
ഇതെല്ലാം ഒന്ന് ലാസ്റ്റ് ഞാൻ നേരത്തെ അടുത്ത മാവ് പരത്തിയതെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് എല്ലാ സൈഡിലൊന്ന് പ്രസ് ചെയ്തൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ആക്കിയെടുക്കുക. ഇനി നമ്മളിത് കട്ട് ചെയ്ത് എടുക്കേണ്ട രീതിയിൽ, അപ്പോൾ ഇതൊന്ന് ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാ സൈഡും ഒന്ന് ഫില്ല് ചെയ്ത് കവർ ചെയ്ത് മൊത്തം പോകാത്ത രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 4 സൈഡിൽ നിന്ന് ഞാൻ വെട്ടിക്കളയാം. നമുക്ക് സ്ക്വയർ ഷേപ്പിലാക്കി കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സൈഡിലത്തെ ഇത് ഞാനങ്ങ് മുറിച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ രൂപത്തിൽ നമുക്ക് കിട്ടും. അതിനുശേഷം ഇത് ഞാനിപ്പോൾ ഒരു സ്റ്റിക്കുണ്ട്, സ്റ്റിക്കില്ലെങ്കിലും കുഴപ്പമില്ല. സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം പെട്ടെന്ന് കട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടത്തില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഈ സ്റ്റിക്ക് ഉപയോഗിച്ചൊന്ന് എല്ലാ സൈഡൊന്ന് പ്രസ് ആവുകയും ചെയ്യും, നമുക്ക് 4 സൈഡ് കറക്റ്റായിട്ട് ഒട്ടിയിരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് മാവും ഇതെല്ലാം ഒന്ന് വിട്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ആ സ്റ്റിക്ക് ഉപയോഗിച്ചത്. അപ്പോൾ സ്റ്റിക്ക് ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്യുമ്പം ഒന്ന് ക്ലോസ് ചെയ്ത രീതിയിൽ കിട്ടുകയും ചെയ്യും. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പിച്ചാത്തി ഉണ്ട് കട്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റ് എല്ലാ സൈഡും ഒട്ടിയിരിക്കുകയും ചെയ്യും, കറക്റ്റായിട്ട് നമുക്ക് മുറിച്ച് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിതിപ്പോൾ പിച്ചാത്തി ഉണ്ട്, ഇതിപ്പോൾ മുറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തത് ഓരോന്നും നമ്മൾ സ്പ്രിങ് രൂപത്തിലാക്കി എടുക്കുക. അപ്പം ഇങ്ങനെ ചുരുട്ടി എടുക്കുമ്പോൾ അതങ്ങ് അവിടെ കറക്റ്റായിട്ട് അങ്ങ് ഇരുന്നോട് വിട്ടൊന്നും പോകത്തൊന്നുമില്ല. ഇപ്പം ഞാൻ 4 സൈഡ് ആ സ്റ്റിക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്തതുകൊണ്ട് വിട്ടൊന്നും പോകത്തില്ല. അപ്പം ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കുക. ഇതിപ്പോൾ മൊത്തം ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേവിച്ചെടുക്കാം. അതിപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു തട്ടിൻ്റെ അകത്ത് കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഒരു 10-20 മിനിറ്റിൻ്റെ ആവശ്യം മതി. കുറേ നേരം വെക്കണ്ട. ഒരു മാവൊന്ന് ഇതായി പിടിച്ച് വരാനുള്ള ആ ഒരു ടൈം മതി. അങ്ങനെ 10-20 മിനിറ്റ് ഞാനത് വേവിക്കുന്നുണ്ട്. ഇതൊന്നും എല്ലാം ഒന്ന് ഇതാക്കിയതിന് ശേഷം സാറിന് ആ പാത്രത്തിൻ്റെ അകത്ത് എണ്ണ തേച്ചിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഇതൊന്നും എല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം എല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇതിപ്പോൾ ഒരു 10-20 മിനിറ്റ് ശേഷം വേവിച്ചെടുത്തപ്പോൾ നോക്കിയാൽ മതി. കുറച്ച് നേരം കൂടെ വെക്കണമെങ്കിൽ കുറച്ച് നേരം കൂടെ അത് വെച്ച് ഒന്ന് ഇതാക്കുക. ഇനി തണുത്തതിന് ശേഷം ഞാൻ എടുത്തതാണ്. ചൂടോടെ എടുക്കുന്നതിനെക്കാട്ടി വെച്ച് കുറച്ച് തണുത്തിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഒരു വ്യത്യസ്തമായിട്ട് രീതിയിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം. നമുക്ക് മമോസ് ചെയ്യുന്നതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് രീതിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഐറ്റം ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഐറ്റം പരിപ്പുവട റെസിപ്പിയാണ്. അതിപ്പോൾ ഞാനിപ്പോൾ മുമ്പ് ചെയ്തിട്ടുണ്ട് പരിപ്പുവട റെസിപ്പി. അത് പരിപ്പ് വെച്ചിട്ടാണ്, എന്ന് പറഞ്ഞാൽ പരിപ്പുവടയുടെ പരിപ്പ് വെച്ചിട്ടാണ്. ഇതിപ്പം ഞാൻ ചെയ്യുന്നത് സാമ്പാർ പരിപ്പിൻ്റെയാണ്. അതൊരു 2 മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. മറ്റേത് 4-5 മണിക്കൂറോളം ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഞാൻ ലിങ്ക് ഇതിൻ്റെ അകത്ത് താഴെ ഷെയർ ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം ഇത് ഞാനിപ്പം സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊരു 2 മണിക്കൂറോളം പെട്ടെന്ന് നമുക്ക് ചെയ്യാനെങ്കിൽ 2 മണിക്കൂറോളം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഇടാനായിട്ട് ഒരു സവാള, പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി വെച്ച് വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഇടാനായിട്ട് പെരിഞ്ജീരകം, അത് ഒരു സ്പൂണോളം ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ കുറച്ചാണ് ഇപ്പോൾ ആദ്യം ഒന്ന് ഇട്ടടിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് രണ്ടാമത് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഇട്ടടിച്ചതിന് ശേഷം ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട്, ഇപ്പോൾ കുറച്ചേ ഉപ്പെടുത്തോളൂ. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ഇടാം. പിന്നെ ഒരു സ്പൂണോളം മുളക് പൊടിയും പിന്നെ 1/2 സ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത് നല്ലപോലെ മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക. കാരണം ആ പരിപ്പ് കിട്ടുന്ന രീതിയിൽ കുറച്ചൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ആദ്യത്തെ സെക്ഷൻ ഒന്ന് നല്ലത്, അപ്പം അത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി കുറച്ചും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാനൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ഇട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് കായപ്പൊടിയോ ഇച്ചിരി ഉപ്പോ ഇടാം. ആദ്യം ഞാൻ ഇട്ട ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പം ഇപ്പം മിക്സ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ടെടുത്തിട്ടുണ്ട്. അതിനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് റെസ്റ്റ് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ ചെയ്യാനായതുകൊണ്ട് നമുക്ക് അപ്പോഴേ തന്നെ അത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിൽ ആക്കിയെടുക്കാം. അപ്പം ഞാൻ 1 കപ്പോളമാണ് സാമ്പാർ പരിപ്പ് എടുത്തത്. അതാണ് 2 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്, പെട്ടെന്ന് ചെയ്യാനാണ്. ഇനി ഇതാ ഈ ഒരു ഷേപ്പ്, ഇനി അറിയാമല്ലോ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ എടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എണ്ണ ചൂടായി, അതിനകത്ത് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴും പറയുന്ന കണക്ക് തീ കുറച്ച് വെച്ചിട്ടേ ചെയ്യാവുള്ളൂ. അകം നല്ലപോലെ വെന്ത് വരണമെങ്കിൽ തീ കുറച്ച് വെച്ച് ചെയ്താലേ വേവത്തുള്ളൂ. അപ്പം പെട്ടെന്നൊന്ന് നമുക്ക് ആരെങ്കിലും വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ 2 രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, മറ്റേ വീഡിയോസും വേണമെങ്കിൽ കാണുക. അപ്പം ഇത് പെട്ടെന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു റെസിപ്പിയാണ്, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ 2 രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതും നല്ലൊരു സ്നാക്കാണ്, വൈകിട്ടൊക്കെ ചായക്ക് കൂടി നല്ലൊരു പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേത് ഞാൻ ചെയ്തിരിക്കുന്ന പരിപ്പുവടയുടെ ആ ഒരു പരിപ്പ് വെച്ചാണ്, അത് കുറച്ച് നേരം കൂടെ ഞാനത് വെള്ളത്തിൽ ഇടാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാനാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഞാനിന്നിപ്പോൾ 2 റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്.